ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിന്ധുജാസ് ഡെയിലി ഡാസിൽ. സിന്ധുജ അർദ്ധരാത്രി 12 മണിക്ക് ട്രിപ്പ് പോകുവാണ്. അതിന് മുന്നേ ഒരു തട്ടുകട എന്ന് പറയാൻ പറ്റൂല, ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ അടിച്ചു. 2 ദോശയും പിന്നെ ബീഫ് റോസ്റ്റ് ഈ സാധനമാണ് തട്ടിവിടുന്നത്. യാത്ര ചെയ്യാൻ എനർജി വേണ്ട, അപ്പോൾ ഒരു കോഫി. സത്യം പറഞ്ഞാൽ നമ്മൾ വ്ളോഗേഴ്സാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന LPG ഗ്യാസ് സിലിണ്ടർ ഇഷ്യൂവിൽ. കാരണം നമ്മൾ പലയിടത്തും ഇങ്ങനെ ട്രിപ്പ് പോകുന്ന സമയം ഹോട്ടൽസിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹോട്ടൽസ് ഇല്ലാതെ വരുമ്പോൾ വലിയ ശോക. ലക്കിന് ഇതൊരു ഹോട്ടൽ കിട്ടിയില്ല. അങ്ങനെ ഒരു പുലർച്ചെ 4:30 5:00 ആയപ്പോൾ ഞാനിവിടെ എത്തി. ഇത് കാണാം, കന്യാകുമാരിയാണ് സ്ഥലം. തിരുവല്ലൂരിൻ്റെ ശീല. സൂര്യൻ ഉദിച്ച് വരുന്ന സൺറൈസിൻ്റെ സമയമാകാറായി. അതിന് കൽമണ്ഡപത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ വിഷ്വലൈസേഷൻ. എങ്ങനെയുണ്ട് സിന്ധുജിയുടെ ലുക്ക്? സിന്ധുജിയും ബാക്ക്ഗ്രൗണ്ട് സമയം ഇഷ്ടമാച്ചു. ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിന്ധുജാസ് ഡെയിലി ഡാസിൽ. സോ ഇന്ന് ഞാനിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു വിചിത്രമായ സ്ഥലമെന്ന് ഞാൻ പറയില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ കുറേ സ്റ്റോൾസ് ഉണ്ട്. എങ്ങനെയുണ്ട് സിന്ധുജിയുടെ ലുക്ക്? ഗാന്ധി മെമ്മോറിയലൊക്കെ ഉണ്ട്. ഞാൻ ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. ഗാന്ധി മെമ്മോറിയൽ, അങ്ങ് ബീച്ച്. സോ വ്ളോഗിൻ്റെ എൻഡ് വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ. എന്നാലും സ്ഥലം ഏതാണെന്ന് മനസ്സിലാവും. ഇതിനകം തന്നെ സ്ഥലം മനസ്സിലായ ആൾക്കാർ കാണും. മനസ്സിലായ ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഏതാ സ്ഥലമാണ്. കുറേ സ്റ്റോളുകളുണ്ട് ഇവിടെ അത്യാവശ്യം. ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എല്ലാവരും സൺറൈസ് ആവാൻ വേണ്ടി മൊബൈൽ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് അതേ സൂര്യൻ ഉദിച്ച് വരുന്നത് എന്താ സൺറൈസ് നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത് നമ്മുടെ ഇന്ന് വന്ന ഈ സ്ഥലത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് കാണുക എന്നുള്ളതാണ്. ഇതിൽ കൂടെ പോയി ഒരു സൂപ്പർ സ്ഥലം ഇവിടെ കാണുക എന്നുള്ളതാണ്. റീസെൻ്റായിട്ട് ഇവിടെ വന്നൊരു ഡെവലപ്മെൻ്റാണത്. അത് വ്ളോഗ് അവസാനം വരെ കാണുക. ആ സ്ഥലത്തേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ഫെറി സർവീസ്, അതായത് ബോട്ട് എടുക്കണം. സാധാരണ ടിക്കറ്റ് ആണെങ്കിൽ 100-ഉം സ്പെഷ്യൽ ടിക്കറ്റ് തിരക്കില്ലാത്ത 300-ഉമാണ്. പക്ഷെ 100-ഉം 300-ഉം ടിക്കറ്റിൽ കാശിലെ വ്യത്യാസമുള്ളൂ. രണ്ടും സ്ഥലത്ത് സെയിം തന്നെയാണ്. കാരണം രണ്ടും നമ്മൾ ക്യൂ നിൽക്കണം. ഈ സ്ഥലത്ത് വരുന്നവർ കഴിയുന്നത് നേരത്തെ വരിക. നേരത്തെ വന്നിട്ട് സൺറൈസ് കാണാൻ നിൽക്കാതെ ഇവിടെ ബോട്ടിങ്ങിൻ്റെ ക്യൂവിൽ വന്ന് നിൽക്കുക. കാരണം ക്രൗഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്ത് എത്തിപ്പെടാൻ വെച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു രാവിലെ വന്ന്. 8 മണിക്കാണ് ഫെറി സർവീസ്, ബോട്ടിംഗ് സർവീസ് തുടങ്ങുന്നത്. ഇങ്ങനെ ഞാനൊരു 8:30 ആയപ്പോൾ ഞാനിതിൽ കയറി. കണ്ടോ, കടലിൻ്റെ നല്ല മനോഹരമായ വ്യൂ കാണാം. ലൈഫ് ജാക്കറ്റ് മസ്റ്റാണ്. ഇല്ലാത്തവർ ഇതിനകത്താലും ഈ ലൈഫ് ജാക്കറ്റ് തീർന്നു പോയി കയറ്റും. നമ്മുടെ സേഫ്റ്റിക്കാണ് ലൈഫ് ജാക്കറ്റ്. സോ ഞാൻ ലൈഫ് ജാക്കറ്റൊക്കെ പിടിക്കുന്ന കോലമാണ്. 8 തൊട്ട് 5 മണി വരെയുണ്ട് ഫെറി സർവീസ്. സോ 6:30 സൺറൈസ് കാണാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ വന്ന് കൂട്ടമാകും.
സോ എൻ്റെ ഒരു സജഷൻ 4:05 ഇവിടെ എത്തിയിട്ട് ആദ്യം ആ ക്യൂ ബോട്ടിങ്ങിൻ്റെ ക്യൂവിൻ്റെ അവിടെ പോയി നിൽക്കുക. അപ്പോൾ 8 മണിയാകുമ്പോൾ ബോട്ടിങ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് റൈഡിൽ തന്നെ നമുക്ക് കയറി എന്ത് ചെയ്യാം, നമ്മുടെ ആ മനോഹരമായ സ്ഥലത്തേക്ക് എത്താം. അങ്ങനെ നമ്മൾ ആ മനോഹരമായ സ്ഥലത്തേക്ക് എത്തുന്നു. ഈ മനോഹരമായ സ്ഥലം നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ തിരുവള്ളൂർ ശിലയും വിവേകാനന്ദ മെമ്മോറിയലാണെന്ന് പറയുന്നത്. അതല്ല ഡിയേഴ്സ്, അതെല്ലാവരും കണ്ടിട്ടുള്ള സാധനമാണ്. അത് കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. സോ അത് ക്ഷമിച്ചിരുന്ന വ്ളോഗ് അവസാനം വരെ കാണുക. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ എത്താറായി, ആ ബോട്ടിംഗ് പോയിന്റിൽ നിന്ന് കയറി നമ്മൾ ആ സ്ഥലത്തേക്ക് എത്താറായി. സോ മനോഹരമായൊരു ഇതാണ്. ഈ കാഴ്ച കാണുന്നതിലെല്ലാം തുട്ടാണ് ടൂറിസത്തിൻ്റെ ഭാഗമായി, കാശ് കൊടുക്കണം. സോ ഇതാണ് ഞാൻ പറഞ്ഞ അതിമനോഹരമായ കാഴ്ച, നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. ട്രിവാൻഡ്രംകാർക്ക് ആക്കുളത്തൊരെണ്ണമുണ്ട്, അത് ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. സോ കന്യാകുമാരിയിൽ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെ ബോട്ട് ഇറങ്ങി വിവേകാനന്ദ മെമ്മോറിയൽ, അതിൻ്റെ താഴെ ചെരുപ്പ് വെക്കുന്നതാണ് ഈ കാണുന്നത്. ചെരുപ്പ് വെക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതിൻ്റെ മേളിൽ കയറി പോകണം. വിവേകാനന്ദ മെമ്മോറിയലുണ്ട്, ഇതിൻ്റെ പരിസരത്തുള്ള കന്യാകുമാരി ബീച്ചിൻ്റെ വ്യൂ ആണ്. നമ്മൾ കയറി പോവുകയാണ്, ഞാൻ കയറി പോവുകയാണ്. വിവേകാനന്ദ മെമ്മോറിയലാണ് ആ കാണുന്നത്. പിന്നെ ഒരു അമ്പലമുണ്ട്. പിന്നെ എനിക്ക് ഇച്ചിരി പീരിയഡ്സും കാര്യങ്ങളും ആയതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. ദേഹശുദ്ധിയായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അമ്പലത്തിലും കൂടെ കയറായിരുന്നു. അമ്പലം ഞാൻ ഓൾറെഡി കയറിയിട്ടുണ്ട്, ഞാൻ പറയുവാണ്. അമ്പലം, വിവേകാനന്ദ മെമ്മോറിയലും പിന്നെ തിരുവള്ളൂർ സ്റ്റാച്യു വന്നിട്ട് കുറേ ആയി. പക്ഷേ ആ ബ്രിഡ്ജ് ഈയിടെ വന്നൊരു സംഭവമാണ്. സോ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ മാക്സിമം പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്നു, വർത്താനം പറയാതെ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ അവിടെ നല്ല ക്രൗഡും നോയ്സുമാണ്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. സോ വീട്ടിൽ വന്ന് പ്രോംപ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു. വരും. അങ്ങനെ ഞാൻ ചെരുപ്പൊക്കെ കൊടുത്തിട്ട് മേളിലേക്ക് പോവുകയാണ്. നേരെ കാണുന്നത് അമ്പലമാണ്. ഇപ്പുറത്ത് കണ്ടത് വിവേകാനന്ദ മെമ്മോറിയലാണ്. വിവേകാനന്ദ മെമ്മോറിയൽ ഇവിടെയൊക്കെ വീഡിയോസ് എല്ലാം ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ അതിമനോഹരമായ ഗ്ലാസ് ബ്രിഡ്ജ്. അതിൻ്റെ അകത്ത് കയറി നടക്കുമ്പോഴാണ് അവർ ഇത് കിട്ടുന്നത്. ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. പിന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾ വന്ന് തന്നെ അനുഭവിക്കണം. അതിനകത്ത് നടുക്ക് ഭാഗത്ത് മാത്രമാണ് ഗ്ലാസ്, രണ്ട് സൈഡിലും മാർബിളാണ്. സാധാരണ നമ്മുടെ ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജ് പോയ കംപ്ലീറ്റ്ലി ഇതാണ്. പിന്നെ ഹൈറ്റും കുറവാണ്. ആക്കുളത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി വിറയ്ക്കും, മീൻസ് നല്ല ഉയരമാണ്. ഇത് കൂടെ നടന്നു പോകണമെങ്കിൽ ഇച്ചിരി ഒരു കോൺഫിഡൻസ് വേണം. ഇവിടെ പക്ഷേ ഒരു നോർമൽ, അത്ര വലിയ ഹൈറ്റിലല്ലാത്തത് കൊണ്ട് അങ്ങനൊരു ഇതൊന്നുമില്ല. പിന്നെ ഈ റൂൾസൊക്കെ അവിടെ ഉള്ളതുപോലെ ചെരുപ്പിട്ടുകൊണ്ട് നടക്കരുത്, ഗ്ലാസ് ബ്രിഡ്ജ് ആയതുകൊണ്ട്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് അഭ്യാസങ്ങൾ പാടില്ല, ചാട്ടം, അതൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് മൈക്ക് പറയുന്നുണ്ട്. അവിടെ ഡാൻസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് വോക്കിംഗ്. ഇതാ താഴെ കടൽ കാണാം, അതിൻ്റെ മേളിൽ കൂടെ ഗ്ലാസ് ബ്രിഡ്ജ്. ഇതാ നിങ്ങളുടെ സിന്ധുജ നടക്കുന്നു. സോ ഇതാണ് എൻ്റെ ഒരു ഫീല്. ഇത്രയും നമ്മൾ തിരക്ക് കൂട്ടി അവിടെ നിന്ന് ഭക്ഷണം പോലും കഴിക്കാതാണ് ഞാനകത്ത് കയറിയതാണ് എൻ്റെ ആത്മാർത്ഥത. പക്ഷേ ഇതിൽ കയറാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു. നിങ്ങളെയും കൂടെ ഞാൻ അതിലേക്ക് കൊണ്ടുപോവാണ്. ആ നിൽക്കുന്ന സെക്യൂരിറ്റി ലെഫ്റ്റ് സൈഡിലെ ചേട്ടൻ, ആ ചേട്ടൻ ഇതൊക്കെ ശ്രദ്ധിക്കും. ഇവിടെ ചാടുന്നുണ്ടോ, ഇരിക്കാൻ പോലും പാടില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ആക്കുളത്തിൽ ഇരിക്കാൻ അലോ ചെയ്തവർ. ആക്കുളത്തിൽ വന്നിട്ട് 200-300 ആയിരുന്നു ടിക്കറ്റ്. ഇവിടെ ആകെ 30 രൂപയുള്ളൂ. അതായത് ബോട്ടിങ്ങിന് 100. പിന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ ആ ചെരുപ്പ് വെച്ചിട്ട് ധാരായിട്ടൊരു കൗണ്ടറുണ്ട്. അവിടെ 30 രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 30 രൂപയാണ്. 30 രൂപയ്ക്ക് എടുത്ത് പിന്നെ ഇവിടെ ടൈമില്ല, 10 മിനിറ്റ് നിൽക്കാം, 2 മിനിറ്റ് അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് എത്ര സമയമാണ് നിൽക്കും. പക്ഷേ ആക്കുളത്ത് ടൈമുണ്ട് 10 മിനിറ്റ്. അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ്. പിന്നെ സൈഡിൽ ആ റെഡ് കാർപ്പറ്റിൻ്റെ താഴെ മാർബിളാണ്, എല്ലാം ഗ്ലാസ് അല്ല. ഓക്കെ. സോ അങ്ങനൊരു ഗുണമുണ്ട്. അവിടെ പോയിന്റുകളിൽ സെക്യൂരിറ്റി ചേട്ടന്മാരിരിക്കും. കാരണം നമ്മൾ ചാടുകയും കണ്ടിട്ട് ക്രിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിലേക്ക് പോകും. പിന്നെ നമ്മൾ കണ്ണെടുക്കേണ്ടി വരത്തില്ല. സോ അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് പോവുക. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഞാൻ 8-9 മണി സമയപ്പോഴാണ് വന്ന ബോട്ടിൽ കയറി. പക്ഷേ അന്യായ വെയിലാണ് ഡിയേഴ്സ്. അന്യായ വെയിൽ എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ എൻ്റെ ചിമ്മെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. കോസ്റ്റൽ ഏരിയ ആണ്, ഓഫ് കോഴ്സ് അതാണ്. പിന്നെ അതിനകത്ത് അങ്ങ് ദൂരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് കയറാം. ആ ശില തിരുവള്ളുവറിൻ്റെ സ്റ്റാച്ചു ആണ്. അതിനകത്ത് നമുക്ക് മേള് വരെ കയറാം. ആൾക്കാർ നിൽക്കുന്ന പോയിൻ്റ് ഉണ്ടോ മേളിൽ, അവിടെ വരെ നമുക്ക് കയറാൻ പറ്റും. അതിനകത്തൊക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട്. വിവേകാനന്ദ മെമ്മോറിയലിനകത്ത് മാത്രമാണ് വീഡിയോസ് അലൗഡ് അല്ലാത്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ ബുക്ക് സ്റ്റോൾസ് അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ആ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. സോ എനിക്കതിൽ ഇഷ്ടപ്പെട്ടു. ഞാനൊരു ട്രാവൽ ഫ്രീക്ക് ലേഡി, മീൻസ് എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ളതായതുകൊണ്ട് എനിക്കിട്ട് മടുപ്പില്ല പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ. സോ ഞാൻ തിരുവള്ളൂർ സ്റ്റാച്യുവിനകത്തേക്ക് പോവുകയാണ്. സൈഡിലൊരു ആനക്കുട്ടിയുണ്ട്. നമുക്കിനി കയറാം. അവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. സോ ഞാൻ അകത്ത് കയറിയിട്ട് എന്ത് ചെയ്തു, ഇതിനകത്ത് എടുക്കാം വീഡിയോസ്. ഒരു കേവി കൂടെ പോകുന്ന ഒരു അനുഭവമായിരുന്നു. സോ ദിസ് ഇസ് എ തിരുവള്ളൂർ സ്റ്റാച്ചു ഇൻ കന്യാകുമാരി വെർ യു ക്യാൻ വാക്ക് ഇൻസൈഡ് ത്രൂ ദ സ്റ്റെയർസ് ടു റീച്ച് ദ എബോവ്. സീ വേ ടു തിരുവള്ളൂർ സ്റ്റാച്ചു ഇസ് റിട്ടൺ.
So my whole purpose was to take you all to Kanyakumari. Vivekananda Memorial is there early onwards, and one temple, one goddess temple is also there. Tiruvallur statue came recently after that, and that is also not a miracle for anybody. But the glass bridge, which connects the Vivekananda Memorial, Kanyakumari, and Tiruvallur statue, is the unique feature which I am covering through my vlogs, so that it's a first-hand experience for you people also. So, ഈ സ്റ്റാച്ചു ഒരു കൗതുകമല്ല, കാരണം വിവേകാനന്ദ മെമ്മോറിയൽ കഴിഞ്ഞ് ഇത് വന്ന സാധനമാണ്. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് ഒരു വർഷത്തിന് ഇപ്പുറത്ത് വന്ന സാധനമാണ്. സോ എനിക്കത് എക്സ്പ്ലോർ ചെയ്യണം. സോ ഓർക്കപ്പുറത്ത് ഞാൻ എന്ത് ചെയ്തു, പോയി കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാണാൻ പറ്റി. പിന്നെ ഇവിടെ വരുമ്പോൾ ഉള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ചില സ്ഥലത്ത് സൂര്യൻ ഒരു ഭാഗത്തല്ലേ രാവിലെ വെയിലടിക്കും, അല്ലാത്ത ഭാഗത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല തണലാണ് ഈ കല്ലിൻ്റെ പുറത്തൊക്കെ. അവിടെ നമുക്ക് എണീറ്റ് വരാനേ തോന്നില്ല, കാരണം കുറേ ചൂടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ തണുപ്പുള്ളിടത്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ചിൽ ഫീൽ വരും. നമുക്ക് അതിൻ്റെ ഫുൾ വ്യൂ കണ്ടോ. ഞാൻ പോയ ഗ്ലാസ് ബ്രിഡ്ജ്, ഇതേ കാണുന്ന വിവേകാനന്ദ മെമ്മോറിയൽ, പിന്നെ കന്യാകുമാരിയുടെ ബീച്ച് കാര്യങ്ങൾ. സോ ഇത് തിരുവള്ളൂർ സ്റ്റാച്ചു നമുക്ക് ഇതാണ് കവർ ചെയ്യാൻ പറ്റില്ല, കാരണം വിവേകാനന്ദ മെമ്മോറിയൽ ഗ്ലാസ് നടുക്കായിട്ടാണ് ഇരിക്കുന്നത്. സോ ഇത് ഞാൻ കയറുന്നില്ല, കയറാൻ പറ്റുന്ന സാഹചര്യമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇനി ഞാൻ വിവേകാനന്ദ മെമ്മോറിയലിലേക്ക് വന്ന കാര്യം. ആദ്യം ഇത് കണ്ടിട്ടാണ് അപ്പുറത്ത് പോകേണ്ടത്, പക്ഷേ ഇതിലേക്ക് നേരത്തെ ഞാൻ കണ്ടതുകൊണ്ട് അതിന് ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നത് നല്ല പടിയാണ്, നോക്കി കയറണം. പടി വരെ മാത്രമേ വീണാൽ നല്ല പണിയും കിട്ടും. പടി വരെ മാത്രമേ ഇത് എടുക്കാൻ പറ്റൂ. ബാക്കി ഞാൻ അകത്ത് കയറിയിട്ട് വന്നിട്ട് വിശേഷം പറയാം. വേറെ ഒന്നുമല്ല, വിവേകാനന്ദൻ്റെ കുറേ മെമ്മറീസും കാര്യങ്ങളും അതിനകത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് പോവുകയാണ്. തിരിച്ച് ഫെറിയിൽ കയറി ലൈഫ് ജാക്കറ്റ് ഇട്ടു. സോ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ വ്ളോഗ് വീഡിയോസ്. ഒപ്പം ഞാൻ കുൽഫി തിന്നിട്ടുണ്ട് കന്യാകുമാരിയെ കൽമണ്ഡപത്തിൽ നിന്ന്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. സോ അതെ, എൻ്റെ ലൈഫ് ടൈമിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കുൽഫി ട്രൈ ചെയ്യുന്നത്. അതിൽ കുൽഫി ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. മുടിയൊക്കെ നമ്മൾ എത്ര പോഷാക്കി വെച്ചാലും കാറ്റത്ത് ഇങ്ങനെയൊക്കെ ചളകളാവും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. ബൈ.